ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാവും അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവും എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും നോക്കേണ്ടത് ഇതിലെങ്ങനെയാണ് ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കുന്നത്. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അവസാനം നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് അവിടെ കാണിക്കുന്നത്, എത്ര പെർസെൻറ്റേജാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് YT സ്റ്റുഡിയോയിൽ കയറുക. YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് അതിൽ വീഡിയോ പെർഫോമൻസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഓവർവ്യൂവിൽ താഴോട്ട് വന്ന് അവിടെ റിട്ടൻഷൻ എന്ന് കാണാം. ഈ റിട്ടൻഷനും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ വീഡിയോ കാണും, പിന്നെ ഒരു ഗ്രാഫൊക്കെ കാണും. അതിൻ്റെ അടിയിൽ ഇത്ര പെർസെൻറ്റേജ് ആളുകൾ ഈ 30 മാർക്ക് വരെ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ. അതാണ് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നോക്കുക. അതിൽ നിങ്ങളുടെ വീഡിയോൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? നിങ്ങളുടെ വീഡിയോൻ്റെ പെർസെൻറ്റേജ്, എൻ്റെത് ഇപ്പോൾ 60% ആണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെയുള്ള പെർസെൻറ്റേജ് 60 എബോവ് ആണ്, 70-80 ഒക്കെയാണ്. നിങ്ങൾ ആ വീഡിയോ സൂപ്പർ വീഡിയോ ആണ്, അതെന്തായാലും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെയും കുറച്ച് കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും കയറിപ്പോകത്ത്. യൂട്യൂബ് റീസെൻ്റായിട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഈ 30 സെക്കൻഡിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, യൂട്യൂബിലെ വീഡിയോ കയറിപ്പോകുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ റിട്ടൻഷൻ എന്ന് പറയുന്നത് എന്താണ്? റിട്ടൻഷൻ എന്ന് പറയുന്നത് ആളുകളെ പിടിച്ചിരുത്താനുള്ള കഴിവാണ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകളെ പിടിച്ചിരുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതുപോലെ ഈ 30% മാർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അതിനു മുമ്പേ ഞാൻ ഈ റിട്ടൻഷൻ്റെ കഥ പറയുമ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയുണ്ട്. അതായത് മൂപ്പര് ആക്സിഡൻ്റ് ആയത് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് എന്തോ പെട്ടെന്ന് ഓട്ടോ മറിഞ്ഞു, ആക്സിഡൻ്റായി, കാല് നഷ്ടപ്പെട്ടു വന്നാൽ ഒരു കാല് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അപ്പോൾ ഇതിലെന്താണ് ഇത്ര കാര്യം എന്നല്ലേ. അപ്പോൾ നമ്മൾ ആളെ കാണാൻ പോയ സമയത്ത് അവൻ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയതാണ്. ഈ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ച സമയത്ത് ആൾ പറയുന്ന ഒരു ശൈലിയുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ ഏത് സിമ്പിൾ കാര്യവും അത് നമ്മൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുണ്ട്. അത് അപാരമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവൻ പറഞ്ഞ കഥ വന്നത്, ഞാനിങ്ങനെ ഓട്ടോയിൽ പോവുമായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പെട്ടെന്നൊരു വണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ഓട്ടോ തിരിച്ച് ആ സൗണ്ടൊക്കെ പറയും കറക്റ്റായി. അപ്പോൾ ഓട്ടോ ഇങ്ങനെ കറങ്ങി നിലത്ത് വീണു. അപ്പോൾ ആദ്യത്തെ അടിയിൽ ഞാൻ എൻ്റെ കാലടിച്ചു. അപ്പോൾ ഞാനതിന് മുറുക്ക് പിടിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഓട്ടോ കറങ്ങിയിട്ട് ഒന്നുകൂടി എൻ്റെ കാലടിച്ചു. ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ ഓട്ടോ ഒന്നും വിട്ടിട്ട് ഞാൻ മുറുക്ക് പിടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ജീവനോടെ ബാക്കിയായി. പക്ഷേ ആ സമയത്ത് എൻ്റെ ഇത് നിങ്ങൾ ധൈര്യം സംഭവിക്കണം നിങ്ങൾ എന്ന് പറയും. അത് ഇടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് എൻ്റെ കാല് മുറിച്ച് കിടക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് ഓപ്പറേഷൻ ചെയ്തത് എങ്ങനെയാണ്, അപ്പം നേഴ്സിനെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ അവൻ പറയുമ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്നിരിക്കുക അന്തം പിടിക്കുക എന്ന് പറഞ്ഞ് വായും പൊളിഞ്ഞ് നിൽക്കുകയാണ്. കാരണം എന്താ അറിയോ, ഇവൻ്റെ ഈ വർത്തമാനത്തിൽ നമ്മളിരുന്നു. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ പറയാൻ കാരണം മൂപ്പരുടെ ഈ കഥ പറയാനുള്ള ഒരു കഴിവ് അപാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്റ്റോറീസിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ഫ്ലോയും ആ ഒരു സംസാര രീതിയും ഇതാണ് ആക്ച്വലി ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണാൻ വരുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ ആളുകൾ നമ്മുടെ കൂടെ തന്നെ മറ്റൊരു സംഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. നമ്മൾ അത് പറഞ്ഞു. എന്നിട്ട് അതിന് ഹൂക്സ് എന്ന് പറയാം. ഹൂക്സ് എന്ന് പറയുമ്പോൾ ഓരോ സംഭവത്തിലും നമ്മളൊരു ഹൂക്ക് ഇടും. ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് വെയിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മുടെ പല ആളുടെയും വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ എന്താ അറിയോ, ഇതിൽ ഇമോഷണലായിട്ട് ഒരു കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു മറ്റൊരു സ്ഥലത്ത് അവസാനിച്ചു. അവിടെ ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല ആളുകൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് കുറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇമോഷൻസ് വേണം, അതുപോലെ ഹൂക്സ് വേണം. ഹൂക്സ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്നു, ഇന്ന കഥയാണ്, അത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോയി വേവ് പോലെ ഇങ്ങനെ കുറഞ്ഞതാണ് ഇങ്ങനെ പോകുമ്പോഴാണ് ആ വീഡിയോ കറക്റ്റായിട്ട് ആ വീഡിയോ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. ആളുകളെ പിടിച്ചിരുത്താനുള്ള കഴിവ് അതാണ്. അപ്പോൾ നമ്മൾ ഹൂക്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാൽ മതി. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാം. പലപ്പോഴും ഇപ്പോൾ പല വീഡിയോസും കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ പട്ടിക്കുട്ടീനെ കുറിച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ പട്ടിക്കുട്ടി ആ കൂട്ടിൽ പോയി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കഥ അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ആളുകൾ പോവുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഹൂക്സ് എവിടെയൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മളത് അവതരിപ്പിക്കേണ്ടത്.
എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ കഥയും ചെറിയൊരു ഹൂക്കാണ്. അതുപോലെ ഇപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് 30% കാര്യമാണ്. അതും ചെറിയൊരു ഹൂക്കായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. കാരണം എന്താ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ചില ആളുകൾ കണ്ടിരിക്കും, ചില ആൾ പറയും നിൻ്റെ ഹൂക്സ് ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല, നമ്മൾ പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചില ആളുകൾ എന്നോട് കണ്ടിന്യൂ ആയിട്ട് വരും. അപ്പം നിങ്ങൾ പിന്നെ തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ 30% നമുക്ക് സംഭവിക്കുന്ന കാര്യം. പലപ്പോഴും ഈ 30% നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ വർഷം മുന്നേ ഇപ്പം യൂട്യൂബ് തുടങ്ങിയ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും അറിയില്ല ഈ വീഡിയോൻ്റെ ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, മറ്റുള്ള വീഡിയോസിനെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പലപ്പോഴും ഈ ടെലിവിഷൻ പ്രോഗ്രാംസും മറ്റൊക്കെയുള്ള ഡോക്യുമെൻ്ററീസ് കണ്ടിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ശൈലി നമുക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് വന്നു. ആ ശൈലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഡോക്യുമെൻ്റ് ഇപ്പോൾ ഒരു ടി വിയിലെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ഒരു ആനിമേഷൻ ഇൻട്രോ കാണിക്കാം. ആ ഇൻട്രോ കാണിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരാൾ വരും, എന്നിട്ട് നമസ്തേ ഞാൻ ഇന്നതാണ് ഇന്ന സംഭവം ചെയ്യുന്നു ഇങ്ങനെ പറയും. പിന്നെ അടുത്ത് വിഷ്വൽ കാണിക്കും. അങ്ങനെ ഒരു ഔട്ട്ഡ്രോ, അങ്ങനെയുള്ള ഒരു ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റാണ് പിന്നീട് എല്ലാവരും ഫോളോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ 2024 ഇതേ ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വീഡിയോയിലേക്ക് വന്ന ആദ്യത്തെ സമയത്ത് നിങ്ങൾ ഒരു 10-20 മിനിറ്റ് നിങ്ങളുടെ ആനിമേഷൻ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ആനിമേഷൻ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതെല്ലാം കഴിഞ്ഞു, കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻട്രോ ആനിമേഷൻ അവിടെ നിന്ന് എടുത്ത് കളയാം. ഇനി ചെയ്യേണ്ടത് എന്താ, ഇൻട്രോ ആനിമേഷൻ എടുത്ത് കളഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം, എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ്, നിങ്ങൾ എന്നെ സബ് ചെയ്യുക, എന്നെ കമൻറ്റ് ചെയ്യുക, എനിക്ക് കമൻറ്റ് ചെയ്യുക. ഈ പറയുന്ന സാധനവും ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും അവിടെ നിന്ന് എടുത്ത് കളയുക. അപ്പോൾ രണ്ടും പോയി. ഇനി എന്താണ് നിങ്ങൾ അടുത്തത് പറയേണ്ടത് പല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇപ്പോൾ ട്രാവലിംഗ് വ്ളോഗ് ആണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ആ വീഡിയോൻ്റെ പല പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വെക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ട് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ 30 സെക്കൻഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആരെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഞാൻ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അടുത്ത മൊമെൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അവിടെ ഒരു ഹൂക്ക് കിട്ടും. അതിൽ നിന്ന് ആളുകളെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോയി അവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഹൂക്ക് കിട്ടും. പിന്നെ അങ്ങനെ എന്ത് ചെയ്യണം, വീഡിയോ കഴിയുന്ന വരെ ആളുകൾ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഹൂക്ക് ഇട്ട് നമ്മുടെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം പലരുടെയും വീഡിയോസിൽ ടോപ്പിക്ക് വ്യത്യസ്തമായതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇന്ന സംഭവങ്ങളാണ് എന്നുള്ളത്. അപ്പം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് പ്ലാൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ 30 സെക്കൻഡ് നിങ്ങൾ ഇനി വേസ്റ്റ് ചെയ്യരുത്. അത് വേസ്റ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു 80-90 മിനിറ്റോളമുള്ള വീഡിയോ അല്ല, ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനാണ്, ലൈവായിട്ട് എടുത്തതാണ്, പെയ്ഡാണ്. 99 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ആർക്കെങ്കിലും വേണം, നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. പേയ്മെൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചുതരാം. പിന്നെ പേയ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നമ്മളൊരു എഫോർട്ട് എടുക്കുക, 10-90 മിനിറ്റ് വീഡിയോ ചെയ്യാൻ കുറേ പണിയില്ല. അപ്പോൾ അതിൻ്റെ എഫോർട്ടായിട്ട് എടുക്കുന്നൊന്നുമല്ല, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മെസ്സേജ് അയക്കാൻ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലെ ഇനി എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പ് ഫ്രീ ആണ്, നിങ്ങൾക്ക് പെയ്ഡല്ല. മറ്റൊരു ഗ്രൂപ്പാണ് പെയ്ഡായിട്ടുണ്ട്, അത് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ചെയ്യുക, അതും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.